to my channel. In the Inkbucket planner setup video ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം 2023 ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പ്ലാനർ ഇങ്ക്ബക്കറ്റിന്റെ പ്ലാനർ ആണ്. കഴിഞ്ഞ വർഷം ഇങ്ക്ബക്കറ്റ് പ്ലാനർ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് കഴിഞ്ഞ വർഷത്തെ ഇങ്ക്ബക്കറ്റ് പ്ലാനർ. അപ്പം ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്തത്. നല്ല പ്ലാനർ ആയിരുന്നു. എനിക്ക് ഒരുപാട് വർക്ക് പ്രൊഡക്ടിവിറ്റി വർക്ക് ബേസിസിലും പേഴ്സണൽ ലൈഫിലും ഇതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇപ്രാവശ്യം ഞാൻ ഈ ഒരു ഇങ്ക്ബക്കറ്റ് പ്ലാനർ തന്നെ വാങ്ങിയത്. സോ ഇതാണ് കവർ പേജ് വരുന്നത്. നമുക്ക് പല കവർ പേജിൽ നമുക്ക് അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിവ്യൂ ഇൻഡെപ്ത് ഫ്ലിപ്പ് ത്രൂവും ഞാൻ കാണിച്ചിട്ടുണ്ട്, അതും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് പ്ലാനർ വരുന്നത്. അപ്പം ഇനി നമുക്ക് തുറന്നിട്ട് ഓരോ പേജസ് ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറയാം. അപ്പുറത്ത് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം സൈലൻ്റ് ആയിരുന്നു, പെട്ടെന്നാണ് പണി തുടങ്ങി. പിന്നെ പോരാത്തതിന് കറണ്ടുമില്ല, അതുകൊണ്ട് വെളിച്ചം കുറച്ച് കുറവായിരിക്കും. ഞാൻ ജനലൊക്കെ കർട്ടനൊക്കെ മാറ്റിയിട്ട് ആ ഒരു നാച്ചുറൽ വെളിച്ചത്തിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജ് വരുന്നത് ഇവിടെ പേരെഴുതാനുള്ള ഒരു സ്പേസാണ്. വേണമെങ്കിൽ നമുക്ക് ഫുൾ അഡ്രസ്സ് എഴുതാം. അതാണ് ഫസ്റ്റ് പേജ് വരുന്നത്. സെക്കൻഡ് പേജ് ഞാൻ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ കഴിഞ്ഞ വർഷത്തെ എൻ്റെ സെറ്റപ്പ് വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ചെയ്തത് കാണിച്ചു തരാമല്ലോ. ഞാൻ ഫസ്റ്റ് പേജ് ഒഴിവാക്കിയിട്ട് സെക്കൻഡ് പേജിൽ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഞാൻ ചെയ്തത് എൻ്റെ വേർഡ് ഓഫ് ദ ഇയർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേർഡ് ഓഫ് ദ ഇയർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സർട്ടൻ വേർഡ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു വർഷം മുഴുവൻ ആ ഒരു വേർഡ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അപ്പം അതാണ് വേർഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബഹളം കാരണം നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2022 എൻ്റെ വേർഡ് ഓഫ് ദി ഇയർ ലെറ്റ് ഗോ ഫിയർ ആയിരുന്നു. അത് കുറേയൊക്കെ എനിക്ക് നടന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫിയേഴ്സ് അല്ലെങ്കിൽ കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം അതേമാതിരി തന്നെ ഈ വർഷവും 2023 ന്യൂ ഇയറും എനിക്ക് ഒരു വേർഡ് ഓഫ് ദി ഇയർ കൊടുക്കണം. എൻ്റെ ചെറിയൊരു സെൻറ്റൻസിൽ ഒരു 1 സെൻറ്റൻസിൽ എൻ്റെ എക്സ്പ്ലനേഷനും എന്തിനാണ് ആ വേർഡ് ഓഫ് ദി ഇയർ ചൂസ് ചെയ്തത് എന്നുള്ളതും കൂടെ കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, ഇവിടെ ഒരു പേജ് വെച്ച് കവർ ചെയ്യാം. നമുക്കിപ്പോൾ തന്നെ കവർ ചെയ്യാം. അപ്പം ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇനി ബാക്കി ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരികയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഇനി വേർഡ് ഓഫ് ദി ഇയർ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേജ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഫസ്റ്റ് പേജ് ഞാൻ മാറ്റുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പേജ് ഞാനൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തന്നെ വരികയാണ്. കാരണം നല്ലൊരു കോട്ടാണ്. അപ്പം അത് എനിക്ക് കേടുവരുത്തണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേമാതിരി ഒരു പൂവും എനിക്ക് കേടുവരുത്തണ്ട. ആൻഡ് അടുത്ത പേജും അതേപോലെ തന്നെ വിടുകയാണ്. ദിസ് വൺ ഇവിടെ നമുക്ക് ഫസ്റ്റ് പേജ് വരുന്നത് ഫസ്റ്റ് പേജ് ബ്ലാങ്ക് ആണ്. ഈ പേജ് വരുന്നത് ഫസ്റ്റ് ലെറ്റ്സ് ഗെറ്റ് 2022 ഇൻ ദ ബുക്സ് എന്നുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ ഇത് ഞാൻ ബ്ലാങ്ക് ആയിട്ട് വിടുകയാണ്. ഈ ഭാഗത്ത് വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് 2 കോട്ട് ഞാനിവിടെ പ്രിൻറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ എടുക്കാം, ഇല്ലെങ്കിൽ ഇത് ബ്ലാങ്ക് ആയിട്ട് വിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തരികയാണ് ഇതെങ്ങനെയാണ് നമുക്ക് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ, ലീവ് വിത്തൗട്ട് റിഗ്രറ്റ്സ് എന്നുള്ള 2 കോട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. അത് നമുക്ക് ഇപ്പം തന്നെ സ്റ്റിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഈ പ്ലാനർ തുറക്കുന്ന സമയത്ത് കാണാം
ആൻഡ് നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ഭാഗത്ത് നല്ല പൂക്കളൊക്കെ കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് ചെയ്യാം. ജസ്റ്റ് പ്ലാനർ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത പേജ്. ഇനി നമ്മൾ 2022 റിവ്യൂ പേജാണ് വരുന്നത്. അപ്പോൾ റിവ്യൂ പേജ് നമുക്ക് 4 പേജാണ് റിവ്യൂ പേജ് വരുന്നത്. ഈ 2 പേജും ഈ 2 പേജുമാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഫ്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ ഒരു 2 സെക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ മാറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സെക്ഷനും ഞാൻ ഇതേപോലെയല്ല യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഗോയിങ് ടു ചേഞ്ച് ഇറ്റ്. എൻ്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ തന്നെ എഴുതി വെച്ചത്. അപ്പം അതേപോലെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ 2 പേജ് ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതെല്ലാം വൈറ്റ് ഔട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കറക്റ്റായിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞില്ലേ, പ്യുവർ വൈറ്റ് കളർ അല്ല ഈ ഒരു പേജ് വരുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് ഔട്ട് ചെയ്താലും ഭയങ്കര ഓടായിട്ട് കാണും. അപ്പോൾ ഞാനിത് മൊത്തമായിട്ട് തന്നെ കണ്ടോ ഈ ബോർഡർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതും നമുക്ക് ഇപ്പം തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. അപ്പം ഞാൻ ഇതിൽ ആദ്യത്തെ 2 പേജ് ഞാൻ ചെയ്യാൻ പോകുന്നത് എടുത്തെടുത്ത് ഞാൻ ലാസ്റ്റ് എടുത്തത് എൻ്റെ ലിപ് ബാമാണ് കേട്ടോ. പശയാണ് വേണ്ട എടുത്തത്. 2 ഒരേ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, ഒന്ന് വലുതും ഒന്ന് ചെറുതും എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏത് പ്ലാനറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ബുള്ളറ്റ് ജേർണലാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു സെക്ഷൻ ഇല്ലെങ്കിൽ ഈ റിവ്യൂ പേജ് വേണം എന്നാണ് എനിക്കെപ്പോഴും തോന്നുന്നത്. 2022 ഇത്ര 4 പേജ് വേണ്ട, പക്ഷെ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ചെയ്താൽ നമുക്ക് എന്തായാലും വേണം എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഈ ഐഡിയ ഈസ് ഗുഡ്, പക്ഷേ 4 പേജിൽ നമുക്ക് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. അപ്പം നമുക്ക് ഇനി ബാക്കി വേണമെങ്കിൽ നല്ല സ്റ്റിക്കേഴ്സോ വെച്ചിട്ടൊക്കെ കവർ ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് എന്തായാലും പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും പേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, നിങ്ങൾക്ക് മാറ്റിയിട്ട് ഇതേപോലെ കവർ ചെയ്തിട്ട് നിങ്ങളുടെ രീതിയിൽ എക്സസൈസ് കൊടുക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോകുന്നത് 2022 വാസ് ദ ഇയർ ദാറ്റ് ഐ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 നമുക്കൊരു ഫുൾ സെൻറ്റൻസിൽ ഒറ്റ സെൻറ്റൻസിൽ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഐ വിൽ ഡിസ്ക്രൈബ് മൈ 2022 ഇയർ വാസ് ദ ഇയർ ദാറ്റ് ഐ സെൽഫ് ഡിസ്കവേർഡ് മൈസെൽഫ്. എൻ്റെ ജേർണി സെൽഫ് ഡിസ്കവറിങ് ആയിരുന്നു. ഒരുപാട് എന്നെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു വർഷമാണ് 2022. പിന്നെ വേണമെങ്കിൽ 2022 ഇയർ വാസ് ദ ഇയർ ദാറ്റ് ഐ വാസ് ഹാപ്പി, കാം എന്നുള്ളതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഓക്കെ, പിന്നെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ഈ ഭാഗത്ത് കവർ ചെയ്യാൻ പോകുന്നത് ലിസ്റ്റ് ഓൾ ദ ഹൈലൈറ്റ്സ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്. നമ്മൾ ഈ വർഷം നമുക്ക് എന്തായാലും ജാനുവരി തൊട്ട് ഡിസംബർ വരെ നമുക്ക് മുഴുവനായിട്ടൊന്നും ചിലപ്പോൾ ഓർക്കാൻ പറ്റില്ല. നമുക്ക് എന്താണോ ഓർമ്മയുള്ളത്, മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സും അക്കംപ്ലിഷ്മെൻറ്റും നമുക്ക് ഓർമ്മയുള്ളത് മാത്രം വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ബാക്കി സ്പേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടുവയ്ക്കാം, എന്നിട്ട് ഓർമ്മയുള്ള സമയത്ത് എഴുതാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഫ്ലിപ്പ് ത്രൂ യുവർ പ്രീവിയസ് ജേർണൽ ഓർ പ്ലാനേഴ്സ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എന്തൊക്കെയായിരുന്നു നമ്മുടെ പ്ലാൻ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ളത് എന്താണോ അതൊക്കെ എഴുതി വയ്ക്കാം കേട്ടോ. ഹൈലൈറ്റ്സും അക്കംപ്ലിഷ്മെൻറ്റും. എൻ്റെ മെയിൻ അക്കംപ്ലിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് മൈ വെയ്റ്റ് ലോസ് ജേർണി. നിങ്ങൾ അതിന് മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി എൻ്റെ 6 kg എനിക്ക് കുറഞ്ഞു കഴിഞ്ഞു. അപ്പം അതൊക്കെ എനിക്ക് വലിയ അക്കംപ്ലിഷ്മെൻ്റ് ആണ്. ബിക്കോസ് ഞാൻ വെയ്റ്റ് ലോസ് ജേർണി ബിലീവ് ചെയ്യാത്ത ഒരാളായിരുന്നു. ബട്ട് എനിക്കിപ്പോൾ ആവശ്യം വന്നപ്പോൾ ഞാൻ ചെയ്തു തുടങ്ങി ആൻഡ് ഗെറ്റിംഗ് ദ റിസൾട്ട്. അപ്പം അത് എൻ്റെ വലിയൊരു അക്കംപ്ലിഷ്മെൻ്റ് ആണ്. പിന്നെ വെയ്റ്റ് ലോസ് ജേർണിയുടെ ഭാഗമായിട്ട് വെയ്റ്റ് ലോസ് ജേർണി എന്നുള്ളതല്ല, അല്ലാതെ എനിക്ക് എൻ്റെ ഒരു മെയിൻ കൺസേൺ ആയിരുന്നു എക്സസൈസ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. കാരണം ബോഡി ഫിറ്റിന് വേണ്ടിയിട്ട്
കാരണം 2 മണിക്കൂർ നടക്കാൻ വിളിക്കും വയ്യാതാവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ കുറച്ച് എക്സസൈസ് ചെയ്ത് ഒരു സ്റ്റാമിന ബിൽഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു അക്കംപ്ലിഷ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊക്കെ ഞാൻ ചിലപ്പോൾ ഇവിടെ എഴുതിയെന്ന് വരും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് വർക്ക്ഡ് ഇൻ 2022 വിൻസ് ആൻഡ് സക്സസ്. ആദ്യത്തെ വിൻ വർക്ക് ബേസിസിൽ പറയുകയാണെങ്കിൽ ഐ കംപ്ലീറ്റഡ് 12,000 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഇൻ ഇൻസ്റ്റാഗ്രാം ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ എൻ്റെ വിൻസ് ആൻഡ് സക്സസ്സിൽ ഞാൻ പെടുത്തും. ഓക്കെ, പിന്നെ അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് ഈ സൈഡ് ഞാൻ ആകെ 3 ക്വസ്റ്റ്യൻസേ കവർ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ലിസ്റ്റ് ഓൾ ദി ഹൈലൈറ്റ്സ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ് കുറച്ച് വലിയ പാരഗ്രാഫായിട്ടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതുക, താഴെ ക്വസ്റ്റ്യൻ ഞാൻ ബ്ലാക്ക് കളറിൽ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്, എന്നിട്ട് ആൻസർ ഞാൻ വേറെ കളറിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൈകൊണ്ട് എഴുതിയിട്ട് എന്തെങ്കിലും ഒരു ബോക്സോ വല്ലതും വയ്ക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റിക്കർ ഇതിൽ തന്നെ ഉണ്ടാവും. ഞാൻ കണ്ടോ ഈ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചിട്ടോ നമുക്ക് ജസ്റ്റ് അതിൻ്റെ 2022 വാസ് ദ ഇയർ ദാറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചിട്ട് ഇതിൽ എഴുതി വയ്ക്കാം ഈ ഒരു സാധനം, ഞാൻ ഇപ്പോൾ പറഞ്ഞ ആൻസർ. അപ്പം ഇതിൽ ഞാൻ 3 ക്വസ്റ്റ്യൻസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അടുത്ത ഞാനൊരു 4 ക്വസ്റ്റ്യൻ 2022 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത പേജിലാണ് ഞാൻ 2023 റിവ്യൂ പേജ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഡിഡൻറ്റ് വർക്ക്, അതായത് എൻ്റെ ഫെയിലിയേഴ്സ് ആണ് ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫെയിലിയേഴ്സിൽ പെടുത്തുകയാണെങ്കിൽ ഞാൻ ഇടയിൽ എൻ്റെ യൂട്യൂബ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാതെ എനിക്ക് തോന്നിയ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് മെയിൻലി ഇൻ ദ മിഡിൽ മന്ത്. ആ സമയത്ത് ഞാൻ ഓണം സമയമൊക്കെ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നുണ്ട്. ഐ ജസ്റ്റ് റാൻഡംലി ഷൂട്ട് സം വീഡിയോസ് ആൻഡ് പോസ്റ്റഡ്. അപ്പം അതെൻ്റെ ഒരു ഫെയിലിയറാണ്. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ്. അപ്പം അതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫെയിലിയർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ, നിങ്ങൾക്ക് പേഴ്സണലി എന്ത് ഫെയിലിയറാണോ ഫീൽ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എഴുതാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഡിഡ് ഐ ലേൺ ഇൻ 2022, എന്തൊക്കെയാണ് ഞാൻ 2022 അതിപ്പോൾ പേഴ്സണലി ആയാലും വർക്ക് ബേസിസിലായാലും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് മൈ ലൈഫ് ഇവോൾവ് ഇൻ 2022, എൻ്റെ ലൈഫ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്. ആദ്യത്തെ ചേഞ്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 2022 ഞാൻ കൊച്ചിയിലേക്ക് മാറി. അത് തന്നെ എൻ്റെ ബിഗ് ചേഞ്ചാണ്. അപ്പോൾ കൊച്ചിയിലേക്ക് മാറിയതുകൊണ്ട് കൊച്ചി എന്നുള്ള ആ സ്ഥലത്ത് വന്നതിൻ്റേതായ മാറ്റങ്ങൾ കുറേ വന്നിട്ടുണ്ട്. കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. കുറേ എൻ്റെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കിയിട്ടുണ്ട്. അപ്പം അത് ഞാനിവിടെ മെൻഷൻ ചെയ്യും. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2022 റിവ്യൂ ചെയ്യാൻ പോകുന്നത് വാട്ട് അബൌട്ട് 2022 ദാറ്റ് വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. 2022 എന്നുള്ള വർഷം ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മളെങ്ങനെ മെൻഷൻ ചെയ്യും എന്നുള്ളതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. സോ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ ഒരു പേജിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്